ഏറ്റവും പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഫാമിലി ഇപ്പൊ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ് ഗൈസ്. അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ ചങ്കിൽ നിന്ന് വളരെയധികം നന്ദി ഗൈസ്. നമ്മളിപ്പോ ഇന്ന് പോകുന്നത് ഒരു ബുദ്ധ പ്രതിമ കാണാനാണ്. കരിമാടിക്കുട്ടൻ സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ PSC പഠിച്ചവർക്കൊക്കെ അറിയാവുന്ന ഒരു സംഭവമാണ്. വളരെ ഒരു പുരാതന ഒരു വസ്തുവാണ്. അപ്പൊ നമുക്ക് കാണാൻ പോകുന്നത് സച്ചിനത്ര പ്രായം ഉണ്ടെന്നൊക്കെ പറയണം. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകട്ടെ. അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ കിഴക്കേക്കോട്ട നടയെന്നാണ് പറയുന്നത്. നമ്മളിപ്പം ഇതുവഴിയാണ് നമ്മൾ നമ്മുടെ കരിമാടിക്കുട്ടൻ്റെ അങ്ങോട്ട് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ഉണ്ട്. 5 ഇല്ല സത്യം പറഞ്ഞാൽ. ഞങ്ങൾ വിക്കിപീഡിയ നോക്കിയപ്പോൾ 5 ഉണ്ടെന്നാണ് പറഞ്ഞത്. അമ്പലപ്പുഴ രാമേന്ദ്രനാണോ നമ്മൾ കാണുന്നത്. ഇതാണ് നമ്മുടെ അമ്പലപ്പുഴ രാമേന്ദ്രൻ. കണ്ടപ്പോൾ ഹായ് ഹലോ സബ്സ്ക്രിപ്ഷൻ ആയി തന്നെയാണ്. ഡ്രോണൊക്കെ ഉള്ളവർ ഇതിപ്പോൾ നമ്മൾ വേറൊരു ദിവസം ഇപ്പോൾ അമ്പലപ്പുഴയ്ക്ക് വേണ്ടി വരുന്നുണ്ട്. ഇപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് തന്നെ പോകാല്ലേ. അതെ ഫ്രണ്ട്സ്. അപ്പോൾ കരിമാടിക്കുട്ടൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ മണിച്ചേട്ടൻ്റെ കരിമാടിക്കുട്ടൻ്റെ സിനിമയായിരിക്കും. അതിനകത്ത് വിഷന്നെട്ട മുതലാളി അല്ലേ. പക്ഷെ അതൊന്നും അല്ല. ഞങ്ങൾ തന്നെ ആദ്യം വിചാരിച്ചിരുന്നത് കരിമാടിക്കുട്ടൻ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നത് കുട്ടനാട്ടിലെ പയ്യനായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ വല്ലതും രക്തസാക്ഷിയായ ആരുടെങ്കിലും പ്രതിമയായിരിക്കും. പക്ഷെ എന്നാൽ ഇത് കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു ബുദ്ധന്റെ പ്രതിമയാണ്. ബുദ്ധൻ അത് ഇങ്ങനെ കരിമാടിക്കുട്ടൻ എന്ന് വിളിക്കാൻ കാരണം അത് കറുത്ത രൂപത്തിലാണ്, കറുത്ത ഒരു കല്ലുകൊണ്ടാണ് അതുകൊണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതോട്ട് കാണാൻ പോകാം എന്തായാലും അല്ലേ. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കരിമാടിക്കുട്ടന്റെ ബുദ്ധ പ്രതിമയുടെ അടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ ആദ്യത്തെ ബുദ്ധ പ്രതിമയാണിത്. നമ്മളെന്നാലും ഒരു ഇതല്ല. ബുദ്ധന്റെ സ്ഥലത്ത് നമ്മൾ എന്തായാലും ഒരു ടെമ്പിൾ അല്ല ഇത്. മറ്റേ കരിമാടി കുളത്തിന്റെ അടുത്താണ്. കരിമാടി തോട് നമ്മൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കരിമാടിക്കുട്ടന്റെ പ്രതിമ. അതായത് ബുദ്ധന്റെ ഇത് പുറകെ വശമാട്ടോ. പുറകെ വശമാണ്. ഇതിന്റെ പകുതി മാത്രമേ ഉള്ളൂ ശരിക്കും. അതാണ് ഇതിന്റെ സ്പെഷ്യൽ. റൈറ്റ് സൈഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ലെഫ്റ്റ് സൈഡ് അല്ലേടാ, റൈറ്റ് അല്ലേ നോക്കി. ഇതേയുള്ളൂ ഈ പ്രതിമ. ഇത് സത്യമായ ബുദ്ധന്റെ പ്രതിമയാണ്. ഇതുണ്ടാക്കിയിരിക്കുന്നത് എന്താ ബ്ലാക്ക് ഗ്രാനൈറ്റ് ഒക്കെ വെച്ച്. ബ്ലാക്ക് ഗ്രാനൈറ്റ് വെച്ച് ഉണ്ടാക്കിയ ഇതാണ് ബുദ്ധന്റെ പ്രതിമ. ഏകദേശം 3 അടിയോളം നീളമുണ്ടല്ലോ. 3 പൊക്കമുണ്ട്. പിന്നെ ഇതിന്റെ അടുത്ത ഹാഫ് ഇപ്പൊ മറ്റേ കൃഷ്ണപുരം കൊട്ടാരത്തിൽ നിന്ന് കിട്ടിയെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ന്യൂസ് ഉണ്ട് അതിനെപ്പറ്റി. കൃഷ്ണപുരം കൊട്ടാരത്തിൽ ഇപ്പൊ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെളിന്നല്ല കിട്ടിയത്, ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. അശോകന്റെ ഭരണ സമയത്ത് പലയിടത്തും കൊണ്ടുവന്ന് വെച്ച്. പകുതി എന്ന് പറഞ്ഞാൽ അത് പൊട്ടിപ്പോയതാണ്. പണ്ട് ഈ ജൈനമതക്കാരും ബുദ്ധമതക്കാരും തമ്മിൽ ഏതോ പ്രശ്നങ്ങളുണ്ടായി, വഴക്കുണ്ടായി. അപ്പൊ അവര് ജൈനമതക്കാര് ഇതിന്റെ കൈ വെട്ടിക്കളഞ്ഞ ചരിത്രം പറയുന്നു. ആ വെട്ടിക്കളഞ്ഞത് തോട്ടിലുണ്ടായിരുന്നു ഈ ഒരു ഭാഗം. അത് ഈ അടുത്ത സമയത്ത് ഒരു 5-8 വർഷത്തിന് മുമ്പ് ഈ ചെളി കോരിയവര് പൊക്കിയെടുത്തത് അതാണ്. അപ്പൊ കൃഷ്ണപുരം കൊട്ടാരത്തിലുണ്ടെന്നൊക്കെ അത് പുരാവസ്തു ഗവേഷകർ അവരുടെ കയ്യിലുള്ള. ഇവിടെ നമ്മുടെ ഒരാളുടെ കയ്യിലായിരുന്നു അതിരുന്നിരുന്നത്. അത് 2 വർഷത്തിന് മുമ്പാണ് ഇവർക്ക് കൊടുത്തത്, ഹാൻഡ് ഓവർ ചെയ്തത്. അങ്ങനെയാണ്. അപ്പൊ ഈ ആളുകൾ പോയിരിക്കുന്ന സ്ഥലം കൂടുതൽ ഇവിടെ ആയിരുന്നു. അപ്പം ഇവിടെ കൊണ്ടുവന്ന് തരണം സാധിച്ചു. പിന്നെ മാവേലിക്കര ഒരെണ്ണമുണ്ട്. ഇത് തന്നെ മാവേലിക്കര ഫുൾ പ്രതിമയായിട്ട് തന്നെ. അതും പഴയതാണ്. അത് ഇതിന്റെ ഈ സമയത്ത് തന്നെ 2 ഉണ്ടായിരുന്നു. അല്ല, പലയിടത്തും സ്ഥാപിച്ചിട്ടുണ്ടെന്നാ പറയുന്നതെന്ന്. അക്കൂട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ ഇത് രണ്ടുമാണ്. കരിമാടിക്കുട്ടനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളത്. ഈ ബുദ്ധപൗർണമിക്ക് പിന്നെ നേപ്പാളിൽ നിന്ന് ലാമകൾ വരുന്നുണ്ട്. അവർ ബുദ്ധപൗർണമി ഏപ്രിൽ മാസത്തിലാണ്. അന്നിവിടെ ഒരു ദിവസം പരിപാടിയൊക്കെ ഉണ്ട്. പിള്ളേരുടെ പരിപാടി ഉത്സവം പോലെയാണ്. ഒരു ഉത്സവം പോലെയാണ് ഇവിടെ.
അപ്പുറത്തൊരു ഗ്രന്ഥശാലയുണ്ട്, ഇതിൻ്റെ അപ്പുറത്ത്. ആ ഗ്രന്ഥശാല ആൾക്കാർ വരും അല്ലേ? നേപ്പാളിൽ നിന്ന് ലാമകള്. ദലൈലാമ മരിച്ചു പോയത്. അവരുടെ ഒന്ന് പരിപാടിയൊക്കെ ഉണ്ട്, അവരുടെ പ്രാർത്ഥന ഏപ്രിൽ മാസത്തിലാണ്. അതായത് ദലൈലാമ ഇതിനിടയ്ക്കൊന്ന് വന്നിരുന്നു. ദലൈലാമ ഉള്ള സമയത്ത് വർഷങ്ങൾക്ക് മുമ്പാ, വർഷങ്ങൾക്ക് മുമ്പെന്ന് ഒരു 10-70 വർഷം ആയി. ദലൈലാമ വന്നപ്പം ഈ പ്രതിമ മാത്രമേ ഉള്ളൂ, മണ്ഡപമൊന്നുമില്ല. അത് കഴിഞ്ഞാണ് മണ്ഡപം. അയാൾ പിന്നെ പുള്ളി വന്ന് കണ്ടേച്ചും പോയി. അന്ന് ഈ റോഡും ഒന്നുമില്ല, വരമ്പ് മാത്രം പാടത്തേക്കുള്ള. അയാൾ പാടത്ത് നടന്നു വന്ന് ഇതെല്ലാം കണ്ടേച്ചും പോയി കഴിഞ്ഞ് പിന്നെ പൈസ അയച്ചു തന്നു. പൈസ അയച്ചെന്ന് പറഞ്ഞാൽ ഈ മണ്ഡപത്തിൻ്റെ ആ രൂപം പിന്നെ എല്ലാം പതിച്ച് ഇതേ രീതിയിൽ ഉണ്ടാക്കണമെന്നും പറഞ്ഞു. അങ്ങനെയാണ് ഈ മണ്ഡപം ഉണ്ടാക്കുന്നത്. അടുത്ത കാലത്താണ് ഈ മതിൽ പോലെ ഇട്ടിരിക്കുന്നുണ്ട്, അതുണ്ടാക്കിയത്. വലത് കിടത്തത് അറിയാമോ? ഇങ്ങനെ നോക്കിയിട്ട് ഇതിന്റെ